ഭാരത സർക്കാർ തന്നെ പുറത്തിറക്കിയ ഭീം എന്ന ആപ്ലിക്കേഷൻ വഴി UPI അധിഷ്ഠിതമായി നമ്മുടെ ഫോൺ ഉപയോഗിച്ച് വളരെ ഈസിയായി പൈസ ട്രാൻസ്ഫർ ചെയ്യുവാൻ സാധിക്കുന്നത് എങ്ങനെ, ഈ UPI അധിഷ്ഠിതമായ ഭീം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, നമ്മുടെ തന്നെ പല അക്കൗണ്ടുകൾ ഇതിൽ ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്നും അതുവഴി നമ്മുടെ ഒരു അക്കൗണ്ടിൽ നിന്നും നമ്മുടെ തന്നെ മറ്റൊരു അക്കൗണ്ടിലേക്ക് എങ്ങനെ പൈസ ട്രാൻസ്ഫർ ചെയ്യാം എന്നുമാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും കാണുക, ഏറെ പ്രയോജനം ചെയ്യും. നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിനുള്ള മറുപടി തീർച്ചയായും നൽകുന്നതായിരിക്കും. നേരെ വീഡിയോ കാണാം. ആദ്യമായി നിങ്ങളുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിലായി ഭീം എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് സെർച്ച് ഓപ്ഷൻ കൊടുക്കുക. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയി ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അതായിരിക്കും കുറച്ച് എളുപ്പം. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും ഇങ്ങനെ ഒരു ഇൻസ്റ്റാൾ എന്ന ഓപ്ഷൻ വരും. അവിടെ നമുക്ക് ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. 23 MB ആണ് ഇതിൻ്റെ സൈസ്. വേഗം തന്നെ ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. അതിനുശേഷം വലത് സൈഡ് ഓപ്പൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാം. ഇൻസ്റ്റാൾ ആകുമ്പോൾ നമുക്കവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് ഭാരത സർക്കാരിൻ്റെ തന്നെ UPI ആപ്ലിക്കേഷനാണ്, നമുക്കറിയായിരിക്കും. ഇങ്ങനെ ഒരു ഇൻ്റർഫേസോടെ ഭീം ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും. അതിൽ ആദ്യമായി നമ്മുടെ ഭാഷ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഭാഷ സെലക്ട് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കും കംഫർട്ടബിൾ. ഞാനിവിടെ മലയാളം ജസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇതിനെപ്പറ്റി കുറച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. നമുക്കത് ശ്രദ്ധയോടെ മലയാളത്തിൽ വായിച്ചു നോക്കാം. അതിനുശേഷം വലത് സൈഡ് താഴെയായി മുന്നോട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഭാഷ പിന്നീട് വേണമെങ്കിലും ഇംഗ്ലീഷിലേക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. മലയാളത്തിൽ ആദ്യം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പൂർണ്ണ വിശദാംശം നമുക്കറിയാൻ സാധിക്കും. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സെലക്ട് ചെയ്താലും മതിയാവും. നമ്മൾ ഈ മുന്നോട്ടെന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫോണിലുള്ള SMS, ഫോൺ കാൾ തുടങ്ങിയവ, ലൊക്കേഷൻ തുടങ്ങിയവ അലോ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഏത് സിമ്മാണോ, അതായത് ഈ സിം ബേസ് ചെയ്താണ് നമ്മുടെ ഈ ഭീം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ സിം സെലക്ട് ചെയ്ത് കൊടുക്കുക. ശരിക്കും ഫോൺ നമ്മുടെ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള സിം സെലക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലതായിട്ടുള്ളത്. ഭീം പെട്ടെന്ന് വർക്ക് ചെയ്യാൻ അത് ഏറെ സഹായിക്കും. ഞാനിവിടെ രണ്ടാമത്തെ സിം സെലക്ട് ചെയ്തിട്ടുണ്ട്, BSNL. അതിനുശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മുടെ ഫോണിൽ നിന്നും ആ സിമ്മിൽ നിന്നും ₹1 ചാർജ് ഈടാക്കും. അതിനുവേണ്ടി നമ്മുടെ ഫോണിൽ ബാലൻസ് ഉണ്ടായിരിക്കണം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും ഒരു ഒറ്റത്തവണ പാസ്വേഡ് വന്നിട്ട് സെറ്റ് ആയിട്ടുണ്ടാകും. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്കിഷ്ടപ്പെട്ട ഒരു പാസ്വേഡ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 4 അക്കം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ആക്ടിവേഷൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസോടെ ആയിരിക്കും ആപ്ലിക്കേഷൻ കാണുന്നത്. ഇവിടെ നമുക്ക് പൈസ അയക്കാവുന്ന ഓപ്ഷൻ കാണാം, സെൻഡ് ചെയ്യാവുന്ന ഓപ്ഷൻ, ഇങ്ങനെ നിരവധി ഓപ്ഷൻ കാണാം. ഇനി നമുക്ക് എങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യമേ പാസ്വേഡ് അടിച്ച് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം നമുക്കിവിടെ സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാം. അല്ലെങ്കിൽ മുകളിൽ വലത് സൈഡ് 3 വര കാണും. അവിടെ അമർത്തിയാലും നമുക്ക് എത്താൻ സാധിക്കും ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുന്ന ഓപ്ഷനിലേക്ക്. നമുക്കിവിടെ അല്ലെങ്കിൽ പ്രൊഫൈൽ ഏറ്റവും താഴെ പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ കാണാം. അവിടെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ നേരത്തെ തന്നെ 2 ബാങ്ക് അക്കൗണ്ട് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ വെറും ബ്ലാങ്ക് ആയിട്ടായിരിക്കും ഇവിടെ വരുന്നത്. അതിനുശേഷം നമുക്കിവിടെ താഴെ വലത് സൈഡ് ഒരു പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് മാത്രമായിരിക്കും നിങ്ങൾ ആദ്യമായി ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നത്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ബാങ്കിലാണോ അക്കൗണ്ട് ഉള്ളത് ആ ബാങ്ക് ഇവിടെ സ്ക്രോൾ ചെയ്ത് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ മുകളിൽ സെർച്ച് ബാറിൽ സ്റ്റേറ്റ് ബാങ്ക് ആണോ ഫെഡറൽ ബാങ്ക് ആണോ അത് അവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ, ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ബാങ്കിൻ്റെ ഓപ്ഷൻ അവിടെ കാണാം. ഞാനിവിടെ ഇന്ത്യൻ ബാങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ സ്ക്രോൾ ചെയ്ത് കണ്ടുപിടിച്ച് സെർച്ച് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു, സെലക്ട് ചെയ്തു.
അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ UPI ID ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി ആ ബാങ്ക് അക്കൗണ്ട് അവിടെ ലിങ്ക് ആവുന്നതായിരിക്കും. ഇവിടെ ലിങ്ക് ആയിട്ടുണ്ട്. നമ്മൾ അതിനുവേണ്ടി കൺഫേം ബട്ടൺ അടിക്കേണ്ടതുണ്ട്. ജസ്റ്റ് അതൊന്ന് ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം യെസ് അടിക്കുക. ബാങ്ക് അക്കൗണ്ട് ആഡായി. ഇവിടെ 3 ബാങ്ക് അക്കൗണ്ട് ആഡായി. നമുക്ക് എത്ര ബാങ്ക് അക്കൗണ്ട് വേണമെങ്കിലും നമുക്കുള്ള അത്രയും ബാങ്ക് അക്കൗണ്ട്, മറ്റുള്ളവരുടേതല്ല, സ്വന്തം ബാങ്ക് അക്കൗണ്ട് നമുക്ക് ലിങ്ക് ആക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ ഒരിക്കൽ കൂടെ ആഡ് ചെയ്യുന്നു ഒരു ബാങ്ക് കൂടെ. ഇവിടെ പ്ലസ് എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്ക്രോൾ ചെയ്യുക, അല്ലെങ്കിൽ മുകളിൽ സെർച്ച് കൊടുക്കുക. ഇവിടെ പോസ്റ്റ് ഓഫീസ് പേയ്മെൻറ്റ് ബാങ്ക് ഞാൻ അടിച്ചു നോക്കി, പക്ഷേ അതിവിടെ വന്നിട്ടില്ല. ഞാൻ വീണ്ടും വേറൊരു ബാങ്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി സ്ക്രോൾ ചെയ്ത് നോക്കി. നമുക്ക് അക്കൗണ്ടുള്ള ബാങ്ക് മാത്രമേ ഇവിടെ ഇങ്ങനെ UPI രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് അക്കൗണ്ട് ഇല്ലാത്ത ബാങ്കിൽ നിന്ന് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ ഒരിക്കലും സാധിക്കുന്നതല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ബാങ്കിൽ മാത്രമായിരിക്കും അക്കൗണ്ട് ഉള്ളത്. ആ ഒരു ബാങ്ക് മാത്രം നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഫെഡറൽ ബാങ്ക് സെലക്ട് ചെയ്യുകയാണ്. ജസ്റ്റ് ഒന്ന് അത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ UPI നേരത്തെ പിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി ആവും, അല്ലെങ്കിൽ നമ്മൾ UPI പിൻ ചെയ്ത് കൊടുക്കണം. അതായത് ഇവിടെ ഞാൻ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് അത് വന്നിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക, എസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. 4 ബാങ്ക് അക്കൗണ്ട് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. നമുക്കിങ്ങനെ എത്ര ബാങ്ക് അക്കൗണ്ട് നമുക്കുണ്ടോ അത്രയും ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഈ ബാങ്ക് അക്കൗണ്ടുകൾ തമ്മിൽ പരസ്പരം പൈസ ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കും. നമുക്ക് ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് നമുക്ക് ബാങ്കിൽ പോകാതെയോ അല്ലെങ്കിൽ വേറൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാതെ, അതുപോലെ നമ്മുടെ ഇതിലെ ഏത് അക്കൗണ്ടിൽ നിന്നും മറ്റൊരാളുടെ ഏതൊരു അക്കൗണ്ടിലേക്ക് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാനും ഈ BHIM എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴി സൗകര്യമുണ്ട്. നമുക്ക് ഈ ഒരു ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്ക് നമ്മുടെ പൈസ തന്നെ ഇവിടെ ബാലൻസ് ചെക്ക് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. UPI QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യാം. നമുക്ക് ഫോൺ റീചാർജ് ചെയ്യാം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ UPI ആപ്ലിക്കേഷനിലുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീഡിയോ സംബന്ധമായിട്ടോ ഈ ആപ്ലിക്കേഷൻ സംബന്ധമായിട്ടോ സംശയമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ കഴിയതും എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള മറുപടി നൽകുന്നതായിരിക്കും. ഞാനിവിടെ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, നമുക്ക് കോൺടാക്ട്സ് വഴി നമുക്ക് പൈസ സെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ സെൻഡ് ടു സെൽഫ്. അതാണ് ആ ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പരസ്പരം അക്കൗണ്ടുകൾ തമ്മിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുത്ത് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ജസ്റ്റ് ഡെമോ കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. നിങ്ങൾ വാട്സപ്പ് വഴി ചെയ്താൽ കുറച്ച് ഡിലേ വരും ഞാൻ മറുപടി തരാൻ. അതിനേക്കാളും നിങ്ങൾ ഈ വീഡിയോയുടെ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ എനിക്ക് ഈ വീഡിയോ സംബന്ധമായിട്ടുള്ള സംശയമാണെന്ന് മനസ്സിലാവുകയും പെട്ടെന്ന് മറുപടി നൽകുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. നമുക്കിവിടെ സെൻഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പൈസ ട്രാൻസ്ഫർ ആവുന്നതായിരിക്കും. മെസ്സേജ് വരും, അതിനുശേഷം ട്രാൻസ്ഫർ ആവും.